നമസ്കാരം, ഞാൻ ചഞ്ചലാക്ഷി JCI പഴശ്ശി ക്വീൻസിൻ്റെ ഒരു മെമ്പറാണ്. എൻ്റെ സ്വദേശം കൊടുവള്ളിപ്പുറത്താണ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് നാടൻ ചിക്കൻ ഫ്രൈ ആണ്. അതായത് പൊടികളൊന്നും ഉപയോഗിക്കാതെ നമ്മൾ തന്നെ ഉണ്ടാക്കിയ കൂട്ടുകൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഈ ചിക്കൻ ഫ്രൈ. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും തക്കാളിയും ഇഞ്ചിയും നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പേസ്റ്റ് രൂപത്തിലുള്ളതാണ് ഇത്. ഇതിൻ്റെ കൂട്ടത്തിലുള്ളത് മല്ലിപ്പൊടിയുണ്ട്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയുണ്ട്, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഓൾറെഡി ഇതെല്ലാം തന്നെ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എണ്ണ ഒഴിക്കുവാണ്. ഇതിൻ്റെ അകത്ത് ടിപ്സ് എന്ന് വെച്ചാൽ ഇതിൽ മറ്റുള്ള പൊടികളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് തന്നെ. അതിന് കൂടുതൽ ഇന്നത്തെ ജൈവ കൃഷി ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ചിക്കനിൽ ഇവിടെ ഒരു ജൈവ ചിക്കനാണ് കാണിക്കാൻ പോകുന്നത്. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് രൂപത്തിൽ ഇത് ഒഴിക്കുകയാണ്. ശേഷം ഇത് കുറച്ച് നന്നായി ഇളക്കിക്കൊണ്ട് ഇതൊരു ചുവന്ന രൂപത്തിലേക്ക് വരും. ചുവന്ന കളർ വരുന്നത് വരെ ഒന്ന് പേസ്റ്റ് രൂപത്തിലായതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ പാത്രത്തിന് അടിക്ക് പിടിച്ച് കളയും. ഇതിൻ്റെ അകത്തിന് ആവശ്യത്തിന് കറിവേപ്പില ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. അത് ചേരുവകളെല്ലാം നന്നായി ചുവന്നിട്ടുണ്ട്. അതിനുശേഷം ചിക്കൻ എടുത്ത് ഇതിലേക്ക് ഇടുവാണ്. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കാത്ത ഇതിൻ്റെ ആവിയിൽ തന്നെ ഇത് വെന്തുകൊണ്ട് നല്ല ചിക്കൻ ഫ്രൈ ആയി മാറും. അതിന് കുറച്ച് സിമ്മ് കുറച്ചുകൊണ്ട് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം തുറക്കാവുന്നതാണ്. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.